എണ്ണ ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നാണ് എണ്ണ വാങ്ങുന്നത്. ഇപ്പോൾ ഇന്ത്യ അത് ആൻഡമാനിൽ നമ്മുടെ ഒരു എണ്ണക്കിണർ കണ്ടെത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കും, ഇന്ത്യയിൽ നിന്ന് തന്നെ എണ്ണ ഉൽപ്പാദനം നടക്കും എന്നൊക്കെ പറയുന്നു. പക്ഷേ അതുവരെ നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി പറ്റൂ. മറ്റു രാജ്യങ്ങളിൽ നിന്നേക്കാൾ കൂടുതൽ നമ്മൾ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, പാകിസ്ഥാനിൽ എണ്ണയുണ്ട്, അത് ഞങ്ങൾ പരിപോഷിപ്പിക്കും, എന്നിട്ട് ഞങ്ങൾ അതിനെ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ സഹായങ്ങൾ പാകിസ്ഥാൻ നൽകും, ഒരിക്കൽ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങും എന്ന് കൃത്യമായി ട്രംപ് പറഞ്ഞു. അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് നന്നായിട്ടറിയാം. ഇന്ത്യ അത് പ്രതികരിക്കാനോ ഒന്നും പോയില്ല. കാരണം ട്രംപ് ഇങ്ങനെ വിടുവായിത്തരം പലപ്പോഴും പറയുന്നതാണല്ലോ. കിളി പോയി കിടക്കുന്ന ഒരു മനുഷ്യൻ എന്ത് പറഞ്ഞാലും ആരും വകവയ്ക്കാത്തതാണ്. ഇപ്പോ ട്രംപ് പറഞ്ഞതിനെ അങ്ങനെ അല്ല നിങ്ങൾ പറയേണ്ടത്, എണ്ണയുള്ളത് ബലൂചിസ്ഥാനിലാണ്, അസീം മുനീർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങളുടെ എണ്ണ തൽക്കാലം നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ബലൂചിസ്ഥാൻ ആർമി നേതാവ് പറയുകയാണ്. അപ്പോൾ ഇവിടെ പൊളിഞ്ഞത്, ഒന്ന് മാഷ് നേരത്തെ ചോദിച്ചതുപോലെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലല്ലേ, രണ്ട് ട്രംപിനെയും മുനീറിനെയും നാണം കെടുത്തിയിരിക്കുകയല്ലേ ബലൂച്ച് നേതാവ്. ഇപ്പോൾ ട്രംപ് എന്ന് പറയുന്ന നേതാവ് എന്നും വാർത്തയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു വാർത്താ താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസ് മേക്കർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കും. എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ ന്യൂസ് മേക്കർ എന്ന് പറയുന്ന പ്രതിഭാവിലാസത്തിൻ്റെ അടിത്തറ? അത് വമ്പത്തരം മാത്രമാണ്. അമേരിക്ക പോലെയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ തലവനായിട്ടിരിക്കുന്ന സമയത്ത് ആ രാഷ്ട്രത്തലവനിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത് വളരെ മികച്ച തോതിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും തീരുമാനങ്ങളുമാണ്. പക്ഷേ ട്രംപ് അതിന് ആ തലത്തിലേക്ക് ഉയരാൻ ഒരു കാരണവശാലും തയ്യാറല്ല എന്ന് നമ്മളെ സ്ഥിരമായി ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധം അത് അവസാനിപ്പിച്ച ട്രംപാണ് എന്ന് അദ്ദേഹം വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ, നമ്മളാണല്ലോ ആ യുദ്ധത്തിൽ ഇടപെടുകയും യുദ്ധം നിർത്തിവെക്കുകയും ചെയ്ത് നമ്മളാണ്. നമ്മൾ പറയുന്നു, യാതൊരു ബാഹ്യ ഇടപാടുകളും ഇല്ലാതെ ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഞങ്ങളോട് വലിയ അഭ്യർത്ഥനയും ഞങ്ങളുടെ യാചനയുമൊക്കെ പാകിസ്ഥാൻ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിർത്തിയാണ്. അത് താൽക്കാലികമായിട്ടുള്ള നിർത്തൽ മാത്രമാണ്. ഇനിയും പാകിസ്ഥാൻ കുഴപ്പങ്ങളുണ്ടാക്കിയാൽ ഞങ്ങൾ കയറി അടിക്കും. ഇതാണ് ഇന്ത്യയുടെ വളരെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം എന്നുള്ളത്. അതിനാണ് കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് എക്കാലത്തും ഏതു സമയത്തും അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നതായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് കണക്കാക്കണം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമുള്ള സമയത്ത് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാനിലെ ആർമി നേതാവിനെ അസീം മുനീർ അദ്ദേഹത്തെ വിളിച്ച് അത്താഴം ഇരുന്ന് കൊടുക്കുകയും അയാളുമായിട്ട് എന്തോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കരാറുണ്ടാക്കുകയും ചെയ്യും. ആ കരാറിനെ കുറിച്ചാണ് പിന്നെ ഇന്ത്യയുടെ മുമ്പിൽ അമേരിക്കയുടെ പ്രഖ്യാപനം. നോക്കൂ മോദി, കുറേ നാളുകൾക്ക് ശേഷം പാകിസ്ഥാനിൽ നിന്നായിരിക്കും നിങ്ങൾ എണ്ണ വാങ്ങാനായിട്ട് പോകുന്നത്. കാരണം പാകിസ്ഥാനിലെ എണ്ണ ഖനന സംവിധാനത്തിലേക്ക് അമേരിക്കയുടെ എല്ലാവിധമായ സാങ്കേതികവിദ്യയും സഹായവും വരും. അങ്ങനെ പാകിസ്ഥാൻ നല്ല എണ്ണ ഉൽപ്പാദന രാജ്യമായി മാറും. ആ എണ്ണ ഉൽപ്പാദന രാജ്യമായി മാറിക്കഴിഞ്ഞാൽ എണ്ണയുടെ വിതരണം ഒക്കെ അമേരിക്കയുടെ സഹായത്തോടെ പാകിസ്ഥാൻ നിർവഹിക്കുമ്പോൾ നിങ്ങൾക്ക് തൊട്ടരിയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചൂടെ? എന്തിനാണ് നിങ്ങൾ റഷ്യയുടെ എണ്ണ വാങ്ങുന്നത്? റഷ്യയുടെ എണ്ണ വാങ്ങൽ നിർത്തുക, പാകിസ്ഥാനിൽ നിന്ന് ഞാൻ എണ്ണ വാങ്ങിത്തരാം എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ പറമ്പിൽ ഒരു കുഴി കുഴിച്ച് അവിടെ നിന്ന് വെള്ളം കോരിയെടുക്കുന്നവരെ എണ്ണയുണ്ടാക്കാൻ പറ്റും എന്ന തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ വർത്തമാനം എന്ന് പറയുന്നത് ഒരു ജൽപ്പനം മാത്രമാണ്. അവിടെ എണ്ണ സാധ്യതകളുണ്ടാകും. ആ സാധ്യതകൾ ഈ സാങ്കേതികവിദ്യയുടെ, അമേരിക്കയുടെ തന്നെ സാങ്കേതികവിദ്യയുടെ സഹായത്തിലൊക്കെ വികസിപ്പിക്കാൻ കഴിയും എണ്ണ വിതരണ സാധ്യതകൾക്ക്. പക്ഷെ അതിന് വളരെ വർഷങ്ങൾ വേണ്ടി വരും. നമ്മളിപ്പോഴാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിലും ഇന്ത്യൻ റുപ്പിയിലും എണ്ണ കച്ചവടം നടത്താൻ പറ്റുന്നതിൻ്റെ പേരിലാണ് നമ്മൾ റഷ്യയുമായിട്ട് ഇടപെട്ട് ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനെ കുറിച്ച് പാകിസ്ഥാനുമായി കരാറുണ്ടാക്കിയെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ട്രംപിൻ്റെ ആ കരാറെന്ന് പറയുന്നത് ഒരു പൊള്ളയായിട്ടുള്ള കരാറാണ് എന്ന് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതാവ് വിളിച്ചു പറയുകയാണ് ചെയ്തത്. അദ്ദേഹം പറയാം, ഹേ ട്രംപേ, എണ്ണയുള്ളത് പാകിസ്ഥാനിലല്ല ബലൂചിസ്ഥാനിലാണ്. അപ്പോൾ അയാൾ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലല്ലാത്ത പോലെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം യുദ്ധം നടക്കുന്ന സമയത്ത് പോലും
ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ പ്രവിശ്യയെ പാകിസ്ഥാനിൽ നിന്ന് മാറ്റി നിർത്തിയതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇവിടെ മറ്റ് ഒരു വലിയ സംഘർഷ മേഖലയും ഉയർന്നു വരുന്നുണ്ട്. ഏതാണ്ട് ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ച് അവിടെ ഒരു എക്കണോമിക് കോറിഡോർ ചൈന നിർമ്മിച്ചിട്ടുണ്ട്. അത് മിക്കവാറും ബലൂചിസ്ഥാൻ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ അമേരിക്ക വരാൻ പോകുന്നുണ്ട്. അമേരിക്ക വരുന്നത് അമേരിക്കയുടെ ഒരു എയർ ബേസ് അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി, എന്നുവെച്ചാൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാനിലെ ഒരു ഒരു വിമാനത്താവളം ഉണ്ടാക്കണം. ആ വിമാനത്താവളത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്നതായിട്ടുള്ള യുദ്ധത്തിൽ ഇടപെടുന്നതിന് അമേരിക്കയുടെ കൈ അവിടെ സ്ഥിരമായി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് എളുപ്പം നടക്കാൻ സാധ്യതയുള്ള പ്രക്രിയ അല്ല. അതിൻ്റെ കാരണം ഒന്ന്, ചൈന അവിടെ നേരത്തെ തന്നെ വലിയ തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള നിക്ഷേപങ്ങളൊക്കെ നടത്തി പാകിസ്ഥാൻ്റെ ഒപ്പം ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടേക്ക് അമേരിക്ക കൂടി വരുന്ന സമയത്ത് അത് ചൈനയുടെ താല്പര്യത്തിന് വിരുദ്ധമാണ് എങ്കിൽ ചൈന സംഘർഷം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സംഘർഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ബലൂചിസ്ഥാൻ എന്ന് പറയും വിമോചിത മേഖല എന്ന് പറയുന്നത് ചൈനക്കൊപ്പം നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ചൈന അവരെ സഹായിക്കും. ഇപ്പോൾ തന്നെ അഫ്ഗാനികൾ വളരെയധികം അവിടെയുണ്ട് ബലൂചിസ്ഥാനിൽ. അങ്ങനെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകാൻ ഏത് സമയവും സാധ്യതയുള്ള ഒരു പ്രദേശമായിട്ട് കണക്കാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ ഈ ചൈനീസ് താല്പര്യം അതിനൊപ്പം ചേർന്ന് ലയിച്ചാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യ മറ്റൊരു രാഷ്ട്രമായി മാറുക എന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പട്ടാള മേധാവി പ്രഖ്യാപിച്ചത് ട്രംപെ എണ്ണയുള്ളത് പാകിസ്ഥാനിലല്ല, അത് ബലൂചിസ്ഥാനിലാണ്. കരാറുണ്ടാക്കണേ ഞങ്ങളായിട്ട് നിങ്ങൾ ഉണ്ടാക്കണം, എങ്കിലും നിങ്ങൾക്ക് എണ്ണ കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് അതിൻ്റെ സൂചന. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയും. മാത്രമല്ല, ഈ അസീം മുനീർ അയാൾ എന്തായി തീരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അയാളുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിട്ട് മാറും എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. പക്ഷെ അസീം മുനീർ അടുത്ത പ്രധാനമന്ത്രി ആകും എന്ന് കണ്ടിട്ടാണോ പക്ഷേ ഷെഹബാസ് ഷെരീഫിനെ പോലും വിളിക്കാതെ ഇതുവരെ ഇല്ലാത്തൊരു കീഴ്വഴക്കമുണ്ടാക്കി അമേരിക്ക ഒരു പട്ടാള മേധാവിയെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുന്നു, അവരുടെ സൈനിക തലത്തിലെ പരിപാടികളിലേക്ക് അസീം മുനീറിനെ ക്ഷണിക്കുന്നു. യഥാർത്ഥത്തിൽ ക്ഷണിക്കേണ്ടത് ഇപ്പോൾ നമ്മളിവിടെ ഇന്ത്യയിലാണെങ്കിൽ നരേന്ദ്രമോദി ക്ഷണിക്കുന്നതിന് പേര് അമിത്ഷായെ ക്ഷണിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വ്യോമകര സേനാ മേധാവിമാരെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു വിലയും ഇല്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിക്ക് ഒരു വിലയും ഇല്ല എന്നുള്ളതല്ലേ ട്രംപ് കണക്കാക്കിയിരിക്കുന്നത്? അല്ല, ട്രംപ് അവിടെ കളിക്കുന്ന കളി എന്ന് പറയുന്നത് പട്ടാള മേധാവികളെ വിളിച്ചുകൊണ്ടുപോയി സദ്യ കൊടുത്ത് പട്ടാള മേധാവികളെ അവിടുത്തെ ഭരണം എന്നുവെച്ചാൽ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് നമുക്ക് ആ കാര്യത്തിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. പാകിസ്ഥാൻ നിരവധി ഘട്ടങ്ങളിൽ പട്ടാള ഭരണകൂടത്തിന് കീഴിലായ രാഷ്ട്രമാണ്. ജനാധിപത്യം സമ്പൂർണ്ണമായിട്ട് അട്ടിമറിക്കപ്പെടുകയും പട്ടാളം ഭരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇപ്പോൾ പട്ടാളമല്ല ഭരിക്കുന്നതെന്ന് പറയുമെങ്കിലും ഫലത്തിൽ പട്ടാളത്തിൻ്റെ കയ്യിലാണ് എന്നാണ് ഈ അസീം മുനീറിന് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള അമേരിക്കൻ സ്വീകാര്യതയുടെ അർത്ഥം. അതാണ്. അല്ലേ പിന്നെ അയാളെ വിളിക്കേണ്ട കാര്യമില്ല, പ്രധാനമന്ത്രി വിളിച്ചാൽ മതിയായിരുന്നില്ല. അത് നടന്നില്ല. അതിന് പകരം ഇയാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഇയാൾ മിക്കവാറും അവരുടെ പാവ ഗവൺമെൻറ് ആയി മാറിത്തീരും എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എന്നുവെച്ചാൽ ഇയാൾ അവിടുത്തെ പ്രധാനമന്ത്രിയായി മാറും. അങ്ങനെ മാറിക്കഴിയുമ്പോഴാണ് ഈ ട്രംപ് എന്തൊക്കെയാണോ മനസ്സിൽ കൊണ്ടു കിടക്കുന്നത് അതൊക്കെ പാകിസ്ഥാനിൽ നടപ്പിലാക്കാനായിട്ട് കഴിയും എന്ന് കരുതപ്പെടുന്നത്. പക്ഷേ ഇതൊക്കെ പഴയ കാലത്തെ അമേരിക്ക അല്ലേ ഇപ്പോഴത്തെ അമേരിക്ക. പഴയ കാലത്ത് പല സ്ഥലത്തും പോയി അമേരിക്ക ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്തി അവരുടെ സൈന്യ താവളങ്ങളായിട്ട് അവയൊക്കെ മാറ്റി അവിടെയെല്ലാം എന്ത് ചെയ്തു, അവരുടെ പാവ ഗവൺമെൻറ്റിനെ സ്ഥാപിച്ച് അവർക്ക് ആവശ്യമുള്ള പരിപാടികളൊക്കെ. ഇറാഖ് അങ്ങനെ നമുക്കറിയാവുന്നതായിരുന്നു. ഇറാഖ് മുഴുവൻ വെട്ടിപ്പിടിച്ച് അവിടുത്തെ എണ്ണ മുഴുവൻ ചോർത്തി കൊള്ളയടിച്ചു കൊണ്ടുപോയത് അമേരിക്കയാണ്. അതിനാണ് ഇറാഖ് യുദ്ധം എന്ന് പറഞ്ഞ് ഒരു സാധനം ഉണ്ടാക്കി സദ്ദാം ഹുസൈനെ തട്ടി പകരം അമേരിക്കയുടെ ഒരു പാവ ഗവൺമെൻറ്റിനെ അവിടെ സ്ഥാപിച്ചു. പാകിസ്ഥാനിലും ചിലപ്പോൾ ഈ അസീം മുനീർ വഴി ഒരു പാവ ഗവൺമെൻറ് ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് പദ്ധതി ഉണ്ടാകാം. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് ഇത്തരത്തിലുള്ളതായിട്ടുള്ള പ്രസ്താവനകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.